നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഹാത്രാസ് ദുരന്തത്തിന് പിന്നാലെ ബോലെ ബാബ ഒളിവിൽ തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ്. മരണസംഖ്യ ഉയരാൻ സാധ്യത. ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ ചൊവ്വാഴ്ച സത്സംഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതുവരെ 116 പേരാണ് മരിച്ചത്. മതപ്രഭാഷകനായ ബോലെ ബാബയുടെ സത്സംഗത്തിനായി സിക്കന്ദർ റാവു പ്രദേശത്തെ ഫുൾറായി ഗ്രാമത്തിന് സമീപം തടിച്ചുകൂടിയ ആയിരങ്ങളാണ് ഇപ്പോൾ അപകടത്തിനിരയായത്. സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം. പെരുമാറ്റച്ചട്ടം നിലവിൽ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് വാർഡ് ഉൾപ്പെടെ സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ജൂലൈ 30-ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. വിജ്ഞാപനം ജൂലൈ 4-ന് പുറപ്പെടുവിക്കും. അദാനിക്കെതിരെ റിപ്പോർട്ടിൽ സെബി നടപടി അസംബന്ധമെന്ന് ഹിൻഡൻബർഗ്. അദാനി ഗ്രൂപ്പ് കേസിൽ ഹിൻഡൻബർഗ് റിസർച്ച്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നോട്ടീസ് നൽകി. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. സംഭവത്തിൽ ഹിൻഡൻബർഗ് ഇന്ത്യ നിയമങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 46 പേജുള്ള കാരണം കാണിക്കൽ നോട്ടീസ് സെബി അയച്ചത്. ഈ വിവരം ഹിൻഡൻബർഗ് തന്നെയാണ് പുറത്തുവിട്ടത്. സെബിയുടെ ഈ നടപടി അസംബന്ധവും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലുമാണെന്ന് ഹിൻഡൻബർഗ് ആരോപിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷം, SFI പ്രവർത്തകർക്കെതിരെ കേസ്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസ്. പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘർഷം സൃഷ്ടിച്ചതിന് ശ്രീകാര്യം പോലീസാണ് കേസെടുക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിലാണ് കേസ്. ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനം ഇന്ന് നടക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ രാത്രി SFIയും KSUവും ക്യാമ്പയിൻ നടത്തുന്നതിനിടെയാണ് SFI KSU സംഘർഷമുണ്ടായത്. ഭൂപതിവ് നിയമ ചട്ടഭേദഗതി ഉടൻ. ബില്ലിന് ഗവർണറുടെ അംഗീകാരം. അനധികൃത കെട്ടിടങ്ങൾ സംബന്ധിച്ച് മലയോര മേഖലകളിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഉടൻ പരിഹാരമാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ ചട്ടം നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഗസ്റ്റ് മാസത്തോടെ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബില്ലിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജീവനോപാധിയുടെ ഭാഗമായി സാധാരണക്കാർ കയ്യേറിയ ഭൂമിയും അതിലെ കെട്ടിടങ്ങളും നിയമവിധേയമാക്കാനുള്ള അവസരം ബില്ലിലൂടെ ലഭിക്കും. ഇതിന് പണം നൽകേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരിൽ അധിക ഭാരം ഉണ്ടാക്കാതെയാണ് ചട്ടം ഭേദഗതി ചെയ്യുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. അമ്മ മരിച്ചിട്ടില്ല, അമ്മയെ തിരിച്ചു കൊണ്ടുവരും, പേടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മാന്നാറിലെ കലയുടെ മകൻ. മാന്നാറിലെ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയെന്ന പോലീസ് കണ്ടെത്തൽ ഉൾക്കൊള്ളാനാകാതെ കലയുടെ മകൻ അമ്മ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയെ തിരികെ കൊണ്ടുവരും, പേടിക്കേണ്ടെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് പരിശോധനയിൽ എന്ത് കിട്ടിയെന്നും മകൻ ചോദിക്കുന്നു. അമ്മ എവിടെയോ ജീവനോടെ ഉണ്ടെന്ന മകന്റെ 15 വർഷത്തെ പ്രതീക്ഷകൾ തച്ചുടച്ചുകൊണ്ടായിരുന്നു കല കൊല്ലപ്പെട്ടതെന്നും കൊന്നത് ഭർത്താവ് തന്നെയെന്നും ഇന്നലെ പോലീസ് കണ്ടെത്തിയത്. അതിർത്തി തർക്കങ്ങൾക്ക് ഇടയില്ലാത്ത ഡിജിറ്റൽ വേലികളെന്ന് മന്ത്രി. 200 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായി. സംസ്ഥാനത്തെ 200 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സർവേ വിഭാഗം ജീവനക്കാരുടെ വിയർപ്പിന്റെ നേട്ടമാണിതെന്ന് സർവേ ഡയറക്ടറേറ്റിലെത്തിയ റവന്യൂ മന്ത്രി പറഞ്ഞു.
ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമൊപ്പം കേക്ക് മുറിച്ച് മന്ത്രി സന്തോഷം പങ്കിട്ടു. 1966 മുതൽ സംസ്ഥാനത്തിൽ കോൽക്കണക്കായും ചെയിൻ സർവേയിലൂടെയും 961 വില്ലേജുകളിൽ മാത്രമാണ് ഭൂ അളവ് പൂർത്തിയാക്കിയിരുന്നത്. ഡിജിറ്റൽ റീസർവേ എന്ന ആശയം മുൻ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും സർവേ വിഭാഗം ജീവനക്കാരുമായും പല തലത്തിൽ ആലോചനകൾ നടത്തിയെന്നും എല്ലാവരും ആശങ്കയാണ് പങ്കുവച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിലുടനീളം ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കാലവർഷം ഇന്ന് രാജ്യം മുഴുവൻ വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.